ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ട്രാൻസിസ്റ്ററിനെ കുറിച്ചുള്ള പഠനങ്ങളാണ് നടത്തിയത്. ഒരു ട്രാൻസിസ്റ്റർ എന്താണ്, ആ ട്രാൻസിസ്റ്ററിൻ്റെ ബയാസിങ് എങ്ങനെ വരുന്നു, അതിൻ്റെ സിമ്പൽ എന്താണ്, അതിനെ നമുക്ക് എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് പഠിച്ചത്. ആ പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഇന്ന് ഞാൻ എടുക്കുന്നത് കോമൺ ബേസ് കോൺഫിഗറേഷനാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ട്രാൻസിസ്റ്റർ നമുക്കറിയാം മുക്കാലിയാണ്, 3 കാലുള്ളതാണ്. അതിനെ ഇൻപുട്ടിലേക്കും ഔട്ട്പുട്ടിലേക്കും നമുക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കും? ഇൻപുട്ട് ടെർമിനലാണെങ്കിൽ 2 ടെർമിനൽ വേണം, ഔട്ട്പുട്ട് ടെർമിനലാണെങ്കിൽ 2 വേണം. അങ്ങനെയാണെങ്കിൽ 4 കാലുണ്ടെങ്കിൽ 4 ടെർമിനലുണ്ടെങ്കിലേ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ നമുക്കിവിടെ 3 കാലുള്ള ഈ ട്രാൻസിസ്റ്ററിനെ നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ നോക്കി. ആ നോക്കിയതിൻ്റെ ബേസിൽ നിന്ന് നമുക്ക് കിട്ടിയത് ഒരു ടെർമിനൽ കോമൺ ആക്കി മാറ്റുന്നു. ഏത് ടെർമിനലാണോ കോമൺ ആക്കി മാറ്റുന്നത് അതിനെ ബേസ് ചെയ്ത് കണക്ഷൻസ് നമുക്ക് 3 ടൈപ്പാക്കി തിരിച്ചു. ഒന്ന്, ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. എമിറ്റർ ഈസ് കോമൺ ഫോർ ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും മറ്റുള്ള കാര്യങ്ങൾ പഠിച്ചു. രണ്ടാമത് നമ്മൾ നോട്ട് ചെയ്തത് കോമൺ ബേസ് കോൺഫിഗറേഷൻ. കോമൺ ബേസ്, ദ ബേസ് ഈസ് കോമൺ ഫോർ ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. മൂന്നാമത്തെയായിട്ട് പഠിക്കുന്നത് ഏതായിരിക്കും? കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ. ഇതിൽ ആദ്യത്തെ കോൺഫിഗറേഷനാണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയൊക്കെ ഗ്രാഫുകൾ വരുന്നു, അതിൻ്റെ ഇൻപുട്ട് എങ്ങനെ പഠിക്കുന്നു, ഔട്ട്പുട്ട് എങ്ങനെ വരുന്നു, ഇതിൻ്റെ പഠനങ്ങൾ കഴിഞ്ഞു. അതേപോലെ തന്നെ എക്സാക്ട്ലി സിമിലർ ടു ദ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ വി സ്റ്റഡി ദ കോൺഫിഗറേഷൻ. ഏത് കോൺഫിഗറേഷൻ? കോമൺ ബേസ് കോൺഫിഗറേഷൻ. ആ കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്നുള്ള പേരിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആണ്. ദ ബേസ് ഈസ് കോമൺ. ബേസ് കോമൺ ആണെങ്കിൽ ഇൻപുട്ടിൽ നമുക്ക് ഈ സൈഡാണ്, ഞാൻ കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞിരുന്നു, ലെഫ്റ്റ് സൈഡാണ് അതിൻ്റെ ഇൻപുട്ട് സെക്ഷനായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇവിടെ അമ്മീറ്റർ ഘടിപ്പിക്കുന്നു, ഇവിടെ വോൾട്ട് മീറ്റർ ഘടിപ്പിക്കുന്നു. അമ്മീറ്റർ ഏത് ടൈപ്പാണ് വേണ്ടത്? മില്ലി അമ്മീറ്ററാണ്. ഇവിടെയാണ് നമുക്ക് സോഴ്സ് കൊടുക്കേണ്ടത്. സോഴ്സിന് വാരി ചെയ്യിക്കാൻ വേണ്ടി നമ്മളിവിടെ എടുക്കുന്നത് ഒരു റിയോസ്റ്റാറ്റിലേക്ക് കണക്ട് ചെയ്ത് ആ ബാറ്ററി സപ്ലൈ റിയോസ്റ്റാറ്റിലേക്ക് കൊടുത്ത് ആ റിയോസ്റ്റാറ്റിൻ്റെ വാരിയിങ് ടെർമിനലിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. വാരിയിങ് ടെർമിനൽ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഈ സൈഡ് നെഗറ്റീവ്, ഈ സൈഡ് പോസിറ്റീവായിട്ട് നമുക്ക് കണക്ട് ചെയ്യുക. വോൾട്ട് മീറ്ററാണ്. അമ്മീറ്റർ, അത് അമ്മീറ്റർ ഈസ് ഹിയർ മില്ലി അമ്മീറ്റർ. വോൾട്ട് മീറ്റർ ഈ വിധത്തിൽ കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ റിയോസ്റ്റാറ്റിൻ്റെ വേരിയേഷൻ അനുസരിച്ച് അതിലേക്ക് കൊടുക്കുന്ന NPN ആണ്. ഇവിടെ എമിറ്റർ ഈസ് നെഗറ്റീവ്, ഫോർവേഡ് ബയാസ്. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഷുഡ് ബി ഫോർവേഡ് ബയാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഒരു ട്രാൻസിസ്റ്ററിന് നമ്മൾ എങ്ങനെയൊക്കെ കണക്ഷൻസിലേക്ക് കൊണ്ടുവരുന്നുവോ ആ കണക്ഷൻസിൽ എല്ലാത്തിലും നമ്മൾ പഠിക്കേണ്ട, ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും പറയേണ്ടതാണ്, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ്. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്. പിന്നെ ഏതാ? ബേസ് കളക്ടർ ജംഗ്ഷൻ ഈസ് റിവേഴ്സ് ബയാസ്. ഈ കണ്ടീഷൻ ഏത് സർക്യൂട്ടിലും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ NPN ട്രാൻസിസ്റ്റർ സിമ്പിൾ കണ്ടറിയാൻ പറ്റും. ഈ സൈഡ് N ആണ്, NPN ട്രാൻസിസ്റ്റർ. ഇറ്റ് ഈസ് നെഗറ്റീവ് ആൻഡ് ദ ബേസ് ഈസ് പോസിറ്റീവ്. റൈറ്റ് സൈഡ് നോക്കിയാലോ, ഔട്ട്പുട്ട് സെക്ഷൻ നോക്കിയാലോ, ഔട്ട്പുട്ട് സെക്ഷനിൽ നമുക്ക് കറൻറ്റ് മെഷർ ചെയ്യാൻ ഒരു മില്ലി അമ്മീറ്റർ ഘടിപ്പിക്കുന്നു. വോൾട്ടേജ് മെഷർ ചെയ്യാൻ സീരീസ് ആയിട്ടൊരു വോൾട്ട് മീറ്റർ ഘടിപ്പിക്കുന്നു. ദ ബേസ് കളക്ടർ ജംഗ്ഷൻ ഷുഡ് ബി റിവേഴ്സ് ബയാസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരണം? ഈ സൈഡിലേക്ക് പോസിറ്റീവ് വരണം. നമുക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് ഇവിടേക്ക് വരത്തക്ക വിധത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നു. VCC ഹിയർ VEE. നോക്കൂ, വോൾട്ട് മീറ്ററും അമ്മീറ്ററും ഇങ്ങനെ കണക്ട് ചെയ്തു. ആസ് ഇൻ ദ പ്രീവിയസ് കേസ്, എക്സാക്ട്ലി ഇൻ ദ പ്രീവിയസ് കേസ്. പൊളാരിറ്റി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് അതിനനുസരിച്ച് കണക്ട് ചെയ്യണം. ഇവിടെയാണെങ്കിൽ ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്, ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നെഗറ്റീവ്. ഇങ്ങനെ നമ്മൾ കണക്ഷൻ കൊടുത്താൽ ഈ കണക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിക്കുന്നത്. നമ്മളെ ഫിസിക്സ് ലബോറട്ടറിയിൽ തീർച്ചയായിട്ടും ഈ സർക്യൂട്ട് എക്സാക്ട്ലി ഇതേ സർക്യൂട്ട് തന്നെ ഉപയോഗിച്ച് NPN ട്രാൻസിസ്റ്ററിൻ്റെ
ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നു. ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ്? രണ്ടെണ്ണം. ഒന്ന് ദ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്, ദി അതർ വൺ ഈസ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്. ഔട്ട്പുട്ടിലെ വാല്യൂസ് തമ്മിൽ ഇൻപുട്ടിലെ വാല്യൂസ് തമ്മിലുള്ള റേഷ്യോ, ഈ വക ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കുകയാണ്. ഫസ്റ്റ് തിങ്ക് അബൌട്ട് ദ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക് എന്താ വരയ്ക്കേണ്ടത്? ഇൻപുട്ടിലുള്ള വോൾട്ടേജും ഇൻപുട്ടിലുള്ള കറൻറ്റും തമ്മിലുള്ള റേഷ്യോ നമ്മളെടുത്ത് ഓരോ സ്റ്റേജിലും അതിൻ്റെ വാല്യൂസ് നമ്മൾ നോട്ട് ചെയ്യുന്നു. ഗ്രാഫിൽ എല്ലായ്പ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുമ്പോൾ എവിടെയൊക്കെ വോൾട്ടേജും കറൻറ്റും തമ്മിലുള്ള റിലേഷൻസ് ഉണ്ടോ, വോൾട്ടേജും കറൻറ്റും തമ്മിലുള്ള റിലേഷൻസ് ഉണ്ടോ, അവിടെയൊക്കെ വോൾട്ടേജ് എക്സ് ആക്സിസിലും കറൻറ്റ് വൈ ആക്സിസിലും മാർക്ക് ചെയ്യുന്നു. വോൾട്ടേജ് ഈസ് ഓൾവേസ് ഓൺ ദ എക്സ് ആക്സിസ്, കറൻറ്റ് ഈസ് ഓൾവേസ് ഓൺ ദ വൈ ആക്സിസ്. ഇവിടെ ഏതാ ഇൻപുട്ടിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിറ്ററും ബേസും തമ്മിലുള്ള വോൾട്ടേജ്. ആ വോൾട്ടേജിന് എനിക്ക് VBE എന്ന് നോട്ട് ചെയ്യാം. VBE. അപ്പോൾ ഹിയർ ദ വോൾട്ടേജ് ഈസ് VBE. കറൻറ്റോ? എമിറ്ററിലെ കറൻറ്റാണ്. കറൻറ്റിന് സഫിക്സ് 2 ലെറ്റർ വേണോ? ഇൻ ബിറ്റ്വീൻ എന്ന് പറയേണ്ട ആവശ്യമില്ല, ഏതിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത് അത്. ദെയർഫോർ കറൻറ്റിൻ്റെ സഫിക്സായിട്ട് നമുക്ക് എന്ത് എഴുതാം? ഓൺലി എ സിംഗിൾ ലെറ്റർ, എമിറ്റർ കറൻറ്റ്, നോട്ട് എമിറ്റർ ബേസ്. അതിൻ്റെ ആവശ്യമില്ല, കാരണം എമിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്നു. ഫ്ലോ ചെയ്തേ പിടിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. അപ്പോൾ ദെയർഫോർ വി നീഡ് ഓൺലി വൺ സഫിക്സ് ഫോർ ഇറ്റ്, IE, ദ എമിറ്റർ കറൻറ്റ്. ഇത് രണ്ടും തമ്മിലുള്ള ഗ്രാഫ് നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൽ എന്താണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്? ഔട്ട്പുട്ടിലെ വാല്യൂവിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഹിയർ ഫോർ കൺവെൻഷണൽ കേസ് നമ്മൾ എല്ലായ്പ്പോഴും നോട്ട് ചെയ്യുന്നത് ഔട്ട്പുട്ടിലെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുന്നു. ഔട്ട്പുട്ടിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ? കളക്ടറും ബേസും തമ്മിലുള്ള വോൾട്ടേജ് VCB. ഫോർ ദ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് കളക്ടർ കറൻറ്റ്, collector voltage or collector base voltage, we plot the graph. ഗ്രാഫ് എങ്ങനെ വരിക? ഈ വിധത്തിൽ പോവും അല്ലേ? ഡിഫറെൻറ്റ് വാല്യൂസിന് കളക്ടർ എമിറ്റർ വോൾട്ടേജ് മാറ്റുന്നതിന്, ബേസ് എമിറ്റർ വോൾട്ടേജ് മാറ്റുന്നതിനനുസരിച്ച് കറൻറ്റിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ആ ഗ്രാഫ് വ്യത്യസ്തമായിട്ടുള്ള വാല്യൂസിന്, കളക്ടർ ബേസ് വോൾട്ടേജ് ചിലപ്പോൾ ഒരു 2 വോൾട്ടിനായിരിക്കാം, ഇത് 4 വോൾട്ടിനായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വോൾട്ടേജുകൾക്ക് കീപ്പിംഗ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ആസ് എ കോൺസ്റ്റൻറ്റ്. ഹിയർ ദി ഔട്ട്പുട്ട് വോൾട്ടേജ് മീൻസ് ദ കളക്ടർ ബേസ് വോൾട്ടേജ്. ആ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് ഈ റിയോസ്റ്റാറ്റ് മാറ്റിക്കൊണ്ടിരുന്നാൽ ഇവിടുത്തെ വോൾട്ടേജ് മാറും. അതിനനുസരിച്ച് അമ്മീറ്ററിൽ, മില്ലി അമ്മീറ്ററിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറൻറ്റിന് മാറ്റം വരും. ഈ കറൻറ്റിനുള്ള മാറ്റം ഇങ്ങനെയൊന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യൽ കേസിൽ ആ വാല്യൂ സാവധാനം കൂടി പിന്നെ ഷൂട്ടപ്പ് ചെയ്യണം. എന്താ കാരണം? നമ്മൾ ഡയോഡിൻ്റെ കേസ് പഠിച്ചിട്ടുണ്ട്. എമിറ്റർ, ഹിയർ ദ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ്. ആ എമിറ്റർ ബേസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ വോൾട്ടേജിൻ്റെ വോൾട്ടാംപിയർ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്. ആദ്യത്തെ പാർട്ടൊക്കെ സ്ലോവിൽ ഇൻക്രീസ് ചെയ്യും. എവിടെയും വരെ സ്ലോ ആവും? അതിൻ്റെ പൊട്ടൻഷ്യൽ ബാരിയർ എത്രയാണോ അവിടെയും വരെ, പൊട്ടൻഷ്യൽ ഹില്ലിൻ്റെ വാല്യൂ ഓവർകം ചെയ്യുന്നത് വരെ അത് ഫോർവേഡ് ബയാസ് അല്ല. അതുവരെയും അതിന് ഓവർകം ചെയ്ത് കിട്ടിയാലേ ഫോർവേഡ് ബയാസ് ആവുള്ളൂ. ഈ വോൾട്ടേജിന് നമ്മൾ പേരിട്ടിരുന്നു നീ വോൾട്ടേജ്. എന്ത് വോൾട്ടേജ്? നീ വോൾട്ടേജ്. 0.34 ജെർമേനിയം, 0.74 സിലിക്കൺ. ഈ വോൾട്ടേജ് എത്തുന്നത് വരെ വളരെ സ്ലോവിലായിട്ട് വരും, പിന്നെ അതിങ്ങനെ കൂടി വരും. അങ്ങനെ ഷൂട്ടപ്പ് ചെയ്യുന്ന ഈ കേസ് നമ്മൾ നോട്ട് ചെയ്താൽ ഫോർ ദ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് കളക്ടർ ബേസ് വോൾട്ടേജ് ഓർ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓൾമോസ്റ്റ് ഗ്രാഫിൻ്റെ ഷേപ്പ് ഇതുപോലെയാവും. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലിൽ നമ്മൾ ചെയ്ത് നോക്കാം കേട്ടോ. ഗ്രാഫ് ഏകദേശം ഇങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കും. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് നോട്ട് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എത്രയാണെന്ന്. ഇൻപുട്ട് റെസിസ്റ്റൻസ് ഏതെങ്കിലും ഒരു ഗ്രാഫിൻ്റെ ഈ പോർഷൻ എടുത്താൽ, ഇവിടെ വരെ എടുക്കുന്നില്ല കേട്ടോ. ആദ്യത്തെ പാർട്ട് ഈ വോൾട്ടേജ് എത്തുന്നവരെ സ്ലോവിലല്ലേ, അത് കഴിഞ്ഞാൽ ഓംസ് ലോ ഒബേ ചെയ്യുന്ന വിധത്തിൽ കറണ്ട് ഇതായിട്ട് കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഡെൽറ്റ VBEയും വൈ ആക്സിസിൽ ഡെൽറ്റ Iയും വന്നു.
റെസിസ്റ്റൻസ് നോട്ട് ചെയ്യാൻ ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറൻറ്റ് ഓർ ചേഞ്ച് ഇൻ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ കറൻറ്റ്. ഡെൽറ്റ വി ബി ബൈ ഡെൽറ്റ ഐ ഇ. That is the input resistance of a transistor in the case of common base configuration. Clear? ഈ കോൺഫിഗറേഷൻ അപ്പോൾ കോമൺ എമിറ്ററിൻ്റെ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചു. അതേപോലെ തന്നെ കണക്ട് ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജിനുള്ള വേരിയേഷൻ അനുസരിച്ച് ഏതെങ്കിലും വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് ഇൻപുട്ടിലുള്ള വോൾട്ടേജ് മാറ്റി മാറ്റി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് എടുത്ത് നോട്ട് ചെയ്തതിന് ശേഷം ഗ്രാഫ് വരയ്ക്കുന്നു. ഈ ഗ്രാഫ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് വേറെ വ്യത്യസ്തമായിട്ടുള്ള വാല്യൂസ് 2 വോൾട്ടിന് പകരം 3 ആവാം, 3ന് പകരം 4 ഇഷ്ടമുള്ള വോൾട്ടേജുകൾ വെച്ച് നമ്മൾ നോട്ട് ചെയ്യണം. അങ്ങനെ പഠിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദിസ് ട്രാൻസിസ്റ്റർ എങ്ങനെയൊക്കെ വരാം. ഡെൽറ്റ ഐ, ഇവിടുത്തെ വോൾട്ടേജിലുള്ളത് വളരെ വളരെ ചെറിയൊരു ചേഞ്ച് വന്നപ്പോഴേക്കും കറൻറ്റിൽ കൂടുതൽ ചേഞ്ച് വന്നു. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ വളരെ ചെറിയൊരു വാല്യൂ അല്ലേ ഉണ്ടാവുള്ളൂ. ന്യൂമറേറ്റർ ചെറുത്, ഡിനോമിനേറ്റർ വലുത്. അപ്പോൾ ഇതൊരു ഫ്യൂ ഓംസ്, ഒരു 100 ഓമോ അല്ലെങ്കിൽ ലോ വാല്യൂ ആയിരിക്കുള്ളൂ. വളരെ ലോ വാല്യൂ ആയിരിക്കും അതിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. നേരെ മറിച്ച് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് കടന്നാലോ, ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും നോക്കിയാൽ, ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജും ഔട്ട്പുട്ടിലുള്ള കറൻറ്റും തമ്മിലുള്ള റിലേഷൻ നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടർ ബേസ് വോൾട്ടേജ് ആണ്. ദിസ് ഈസ് കളക്ടർ, ദിസ് ഈസ് ബേസ് ആൻഡ് ദിസ് ഈസ് എമിറ്റർ. ദ വോൾട്ടേജ് ബിറ്റ്വീൻ കളക്ടർ ആൻഡ് ബേസ്. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റോ കളക്ടർ കറൻറ്റ്. ആ 2 പാരാമീറ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഇൻപുട്ടിലുള്ള ഏതെങ്കിലും പാരാമീറ്റർ ആസ് ഇൻ ദ ഇൻപുട്ട് ഗ്രാഫ് ക്യാരക്ടറിസ്റ്റിക് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കണം. അത് സാധാരണ കൺവെൻഷനായിട്ട് ചെയ്യുന്നത് കറൻറ്റ് കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ കറൻറ്റ് ഏതാ? ഐ ഇ. എമിറ്റർ കറൻറ്റ് ഈസ് കീപ്പിംഗ് എസ് എ കോൺസ്റ്റൻറ്റ്. വോൾട്ടേജ് നോട്ട് ചെയ്യുന്നു. ഏതാ വോൾട്ടേജ്? ഔട്ട്പുട്ട് വോൾട്ടേജ്, ദ വോൾട്ടേജ് ബിറ്റ്വീൻ കളക്ടർ ആൻഡ് ബേസ്. വൈ ആക്സിസിൽ കറൻറ്റ് നോട്ട് ചെയ്യുന്നു. ഔട്ട്പുട്ടിലുള്ള കറൻറ്റ് ഐ സി. ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഐ ഇ. ഐ ഇയുടെ വാല്യൂവിനനുസരിച്ച് നമ്മൾ നോട്ട് ചെയ്യാണ്. നോട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഇങ്ങനെ ഗ്രാഫ് വരും. ഓൾമോസ്റ്റ് പാരലാണ്, ഞാൻ സ്വല്പം കയറ്റി വരച്ചു എന്നേ ഉള്ളൂ. ഐ ഇ 5 മില്ലി ആംപിയർ ഒരു വാല്യൂ. ഐ ഇയുടെ വാല്യൂ ഇത്തിരി കൂട്ടിക്കൊടുത്താൽ 10 മില്ലി ആംപിയർ കൊടുക്കുന്നു. ഇവിടെ 15 മില്ലി ആംപിയർ കൊടുക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഐ ഇയുടെ വാല്യൂവിന് വ്യത്യസ്തമായിട്ടുള്ള ഇൻപുട്ട് കറൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജും അതിൻ്റെ കളക്ടർ ബേസും വോൾട്ടേജ് നോട്ട് ചെയ്യുക. ദിസ് ഈസ് ദ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലും നമ്മൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് നോക്കി. ആ ഗ്രാഫുകളും ഓൾമോസ്റ്റ് എക്സ് ആക്സിസിന് പാരലായിട്ട് വന്നു. ഇവിടെയും പ്രാക്ടിക്കലി ഇത്തിരി വ്യത്യാസം വന്നാലും ഓൾമോസ്റ്റ് എക്സ് ആക്സിസിന് പാരലായിട്ടാണ് വരുന്നത്. ഞാൻ ഇത്തിരി ഇത് വെച്ചിരിക്കുന്നതിന് കാരണം പ്രാക്ടിക്കലി സ്വല്പം ഇൻക്രീസ് കാണാം. എനിവേ, വാട്ട് ഈസ് ദ ഇൻഫറൻസ് ഓഫ് ദിസ്? What is the inference of this parallel situation? വോൾട്ടേജ് ഞാൻ കൂട്ടി കൊടുക്കുന്നു. പക്ഷേ ഇനീഷ്യലി കുറച്ച് ഷൂട്ടപ്പ് ചെയ്താലും പിന്നീട് വോൾട്ടേജ് കൂട്ടിക്കൊടുക്കും തോറും ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് കൂട്ടും തോറും ഔട്ട്പുട്ടിലുള്ള കറൻറ്റ് കൂടുന്നില്ല. ഓം എന്താ പറഞ്ഞത്? വോൾട്ടേജ് കൂടും തോറും കറൻറ്റ് കൂടി വരുന്നു എന്നാണ്. പക്ഷെ ഇവിടെയോ, even though the output voltage is increasing, the output current is keeping as a constant. That means it is independent. Practically അല്ലെങ്കിൽ theoretically it is independent of the voltage. പിന്നെ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കിയാൽ, ഇൻപുട്ടിലുള്ള കറൻറ്റ് കൂടിയപ്പോൾ ഔട്ട്പുട്ടിലുള്ള കറൻറ്റ് കൂടി, ഇൻപുട്ടിലുള്ള കറൻറ്റ് വീണ്ടും കൂടിയപ്പോൾ ഔട്ട്പുട്ടിലുള്ള കറൻറ്റ് കൂടി.
See, here the output current is depending only on the input current, does not depending on the output voltage. Even though ഓം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന അങ്ങനെയായാലും ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് ഏതെങ്കിലും സർക്യൂട്ടിലുള്ള വോൾട്ടേജിനനുസരിച്ച് കറണ്ട് കൂടുന്നു എന്ന് പഠിപ്പിച്ചു. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ വോൾട്ടേജ് ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജിനനുസരിച്ചല്ല കറണ്ട് കൂടുന്നത്, പകരം ഇൻപുട്ടിലുള്ള കറണ്ടിനനുസരിച്ചാണ് ഔട്ട്പുട്ടിൽ കറണ്ട് കൂടുന്നത്. അതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് രസകരമായിട്ടുള്ള ഒരു പോയിൻ്റായിട്ട് നമുക്ക് നോട്ട് ചെയ്തു. ആസ് ഇൻ ദ പ്രീവിയസ് കേസ്, ഹിയർ ഓൾസോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. എന്താണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വരിക? നോക്കൂ, സ്മോൾ ലെറ്ററാണ് യൂസ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ ആണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിരുന്നു അത് എ സി റെസിസ്റ്റൻസ് ആണ്, ഡൈനാമിക് റെസിസ്റ്റൻസ് ആണ്. ഈ വോൾട്ടേജും കറൻറ്റും തമ്മിലുള്ള ചേഞ്ച് നോട്ട് ചെയ്യുക. ഏതെങ്കിലും ഗ്രാഫിൽ നിന്ന് ഞാനൊരു ട്രയാങ്കിൾ നോട്ട് ചെയ്ത് ഡെൽറ്റ വാല്യൂസ്, വേരിയേഷൻ ഓഫ് കറൻറ്റ് ആൻഡ് വേരിയേഷൻ ഓഫ് വോൾട്ടേജ് നോട്ട് ചെയ്യുന്നു. വോൾട്ടേജിലുള്ള വേരിയേഷൻ ഡിവൈഡഡ് ബൈ കറൻറ്റിലുള്ള വേരിയേഷൻ, ഡെൽറ്റ ഐ സി. ദിസ് ഈസ് ദ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഈ വാല്യൂ കൂടുതലാണോ കുറവാണോ നോക്കാം. നോക്കിയൻ, ഡെൽറ്റ ഐ സിയുടെ വാല്യൂ വളരെ കുറവാണ്, ഡെൽറ്റ വി സി ബിയുടെ വാല്യൂ വളരെ ലാർജാണ്. അങ്ങനെയാണെങ്കിൽ നോർമലി ആ റേഷ്യോ കമ്പയർഡ് ടു ദ ഇൻപുട്ട് കേസ്, this ratio will be very 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 large, or the output resistance will be very large. Theoretically exact parallel ആണെങ്കിലോ, എക്സാക്റ്റ് പാരലൽ ആണെങ്കിൽ നമുക്ക് ഡിനോമിനേറ്ററിൽ എടുക്കാൻ കിട്ടില്ല. ഡെൽറ്റ ഐ സി എന്ന് പറയുന്നില്ല. ദാറ്റ് മീൻസ് ഇൻഫിനിറ്റിയുടെ അടുത്തെത്തും. പക്ഷേ അത്രയും വരാത്തതുകൊണ്ട് ഞാൻ ഒന്ന് ചെരിച്ച് വരച്ചത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഈസ് കിലോ ഓംസിൻ്റെ മെഗാ ഓംസിൻ്റെ റേഞ്ചിലേക്കൊക്കെ പോകുന്ന വിധത്തിൽ. അപ്പോൾ ഒരു ഗ്രാഫ് നമ്മൾ സ്റ്റഡി ചെയ്തപ്പോൾ ആ ട്രാൻസിസ്റ്ററിൽ വരുന്ന ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ഇൻപുട്ട് റെസിസ്റ്റൻസും നമ്മൾ നോട്ട് ചെയ്തു. ഇത് കോമൺ ബേസിനായാലും കോമൺ എമിറ്ററിനായാലും ഏകദേശമൊക്കെ ഒരുപോലെ തന്നെയാണ്. പക്ഷേ നമ്മളതിന് വ്യത്യാസങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണോ, ഏത് സർക്യൂട്ടിലാണോ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്, വെദർ ഇറ്റ് ഈസ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഓർ കോമൺ ബേസ് കോൺഫിഗറേഷൻ, we need to know, we have to know the values of the resistances, input resistance and output resistance. For this we have to study, we have to know the characteristics of that transistor in the case of common emitter or in the case of common base configuration. Clear? ഇതാണ് രണ്ട് വിധത്തിലുള്ള കോൺഫിഗറേഷൻ. ഇത് രണ്ടും നമുക്ക് ലബോറട്ടറിയിൽ കൃത്യമായിട്ട് കണക്ട് ചെയ്ത് വോൾട്ട്മീറ്ററും ട്രാൻസിസ്റ്ററും റിയോസ്റ്റാറ്റും ബാറ്ററി സോഴ്സുകളൊക്കെ കണക്ട് ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ ആൻസറുകൾ കിട്ടും. കീപ്പ് ദിസ് ഐഡിയ ഇൻ മൈൻഡ്. ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് വെരി ലോ, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഈസ് വെരി ലാർജ്, ഈവൻ ഇൻ ദ കേസ് ഓഫ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഓൾസോ. ഈ രണ്ട് കോൺഫിഗറേഷൻ കഴിഞ്ഞു. കോമൺ കളക്ടർ മൂന്നാമത്തേന് നമുക്ക് ഇറ്റ് ഈസ് ലെഫ്റ്റ്. കാരണം ഇതേ ഓർഡറിലാണ് പഠിച്ചാൽ പോരെ. കോമൺ കളക്ടർ ആയാലും ഇതാണ്. പക്ഷേ കോമൺ കളക്ടർ സാധാരണ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന രണ്ട് കോൺഫിഗറേഷൻസാണ്. പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസിലായാലും വേറെ എന്തെങ്കിലും ഇമ്പിഡൻസ് മാച്ചിങ്ങിനൊക്കെ ആയാലും കോമൺ എമിറ്റർ കോൺഫിഗറേഷനും കോമൺ ബേസ് കോൺഫിഗറേഷൻ, ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന കോൺഫിഗറേഷൻസ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിപ്പിച്ച കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. അപ്പോൾ രണ്ട് കോൺഫിഗറേഷൻ്റെയും ചിത്രം നമുക്ക് മനസ്സിലായി. എങ്ങനെയാണത് നോട്ട് ചെയ്ത് ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളതിൻ്റെ തിയററ്റിക്കൽ കൺസെപ്റ്റുകൾ നമുക്ക് പിടികിട്ടി. നമുക്കിതിൽ നിന്ന് അഡീഷണലായിട്ട് നമുക്ക് നോട്ട് ചെയ്യേണ്ട പോയിൻറ്റ്സ്, ഇതിൽ വരുന്ന കളക്ടർ കറൻറ്റ് അല്ലെങ്കിൽ കോമൺ എമിറ്ററിൽ വരുന്ന കളക്ടർ കറൻറ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത്. കഴിഞ്ഞ മൊഡ്യൂളിൽ ഞാൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ പറഞ്ഞപ്പോൾ ബീറ്റ എന്ന് പറഞ്ഞ ഒരു ടേം പഠിപ്പിച്ചു. ബീറ്റ, ദ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ, ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് ബൈ ഇൻപുട്ടിലുള്ള വോൾട്ടേജ്, ഔട്ട്പുട്ടിലുള്ള കറൻറ്റ് ബൈ ഇൻപുട്ടിലുള്ള കറൻറ്റ്, അതിലുള്ള ചേഞ്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി. നോർമലി നമ്മൾ ചേഞ്ചുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് നോട്ട് ചെയ്യുക ഈ വിധത്തിൽ. പക്ഷെ അത് രണ്ടും ഏകദേശം സെയിം തന്നെയായിരിക്കും. ഐ സി ബൈ ഐ ബി ആൻഡ് ഡെൽറ്റ ഐ സി ബൈ
ഡെൽറ്റ ഐ ബി. അതേപോലെ നമുക്കിവിടെ ഒന്ന് പറഞ്ഞൂടെ, ഇൻ ദിസ് കേസ് ഔട്ട്പുട്ടിലുള്ള കറൻറ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ടിലുള്ള കറൻറ്റിലുള്ള ചേഞ്ച് ബൈ ഇൻപുട്ടിലുള്ള കറൻറ്റിലുള്ള ചേഞ്ച് നമുക്ക് എവിടെ നിന്ന് എടുക്കാം? ഫോർ എക്സാമ്പിൾ ഈ രണ്ട് ഗ്രാഫുകൾ എടുത്താൽ ഡെൽറ്റ ഐ ഇ എന്ന് പറയുന്നത് 10ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് 5 മില്ലി ആംപിയർ. ഇത് ഞാൻ വൈ ആക്സിസിലേക്ക് എടുത്താലോ ഔട്ട്പുട്ടിലുള്ള കറൻറ്റുകൾ തമ്മിലുള്ള റേഷ്യോ കിട്ടി, ചേഞ്ച് കിട്ടി, ഡെൽറ്റ ഐ സി. അതെത്രയാണെന്ന് നോട്ട് ചെയ്താൽ നമുക്കതിൽ നിന്ന് ഔട്ട്പുട്ടിലുള്ള കറൻറ്റും ഇൻപുട്ടിലുള്ള കറൻറ്റും തമ്മിലുള്ള റേഷ്യോ നോട്ട് ചെയ്യാം. ഓർ ഐ സി ബൈ ഐ ഇ, രണ്ട് ഫോർമുല യൂസ് ചെയ്യാം. ദിസ് ഈസ് ഓൾസോ ദ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. ഹിയർ ഇൻ ദ കേസ് ഓഫ് കോമൺ ബേസ് കോൺഫിഗറേഷൻ ദ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഈസ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. എന്ത് ആംപ്ലിഫിക്കേഷൻ? കറൻറ്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. For the common base it is denoted as beta, while for common base configuration it is denoted as gamma. അപ്പോൾ നാച്ചുറലി ചോദ്യം, കോമൺ കളക്ടറിൽ നമുക്ക് എന്തായിരിക്കും? ആൽഫ, ബീറ്റ, ഗാമ. ഹിയർ ഗാമ, ഇവിടെ ആൽഫ, ഇവിടെ ബീറ്റ. കോമൺ ബേസിനാണ് ആൽഫ കൊടുത്തിരിക്കുന്നത് കേട്ടോ, ഞാൻ എഴുതുമ്പോൾ ഇതാണ് ആൽഫ, ബീറ്റ, ഗാമ. കോമൺ കളക്ടർ ഔട്ട്പുട്ട് കറൻറ്റ് ബൈ ഇൻപുട്ട് കറൻറ്റ്. ഞാൻ എടുത്തിരിക്കുന്ന ഈ ചിത്രത്തിലേക്ക് തന്നെ ഒന്ന് വരുത്താണ്. ഇതിൽ നിന്ന് ആൽഫയുടെ വാല്യൂ റെപ്രസെൻ്റ് ചെയ്യാം അല്ലേ? അതിനൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഐ സി ബൈ ഐ ഇ ഈക്വൽ ടു ആൽഫ എന്നാണ്. ഓർ ഔട്ട്പുട്ട് കറൻറ്റ് ഈസ് ആൽഫ ഇൻറ്റു ഐ ഇ. ആൽഫ ഇൻറ്റു ഐ ഇ. ഈ ഐ സി ബൈ ഐയുടെ വാല്യൂവിനെ പറ്റി നമുക്കൊരു ചിന്ത പോണ്ടേ? നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ടായിരുന്നു, ഒരു ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷനിൽ എല്ലായ്പ്പോഴും ട്രാൻസിസ്റ്ററിനെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഇ എന്ന് പറയുന്ന എമിറ്റർ കറൻറ്റ് ഇറ്റ് ഈസ് ഓൾവേസ് ദ സം ഓഫ് കളക്ടർ കറൻറ്റ് ആൻഡ് ബേസ് കറൻറ്റ്. കളക്ടർ കറൻറ്റും ബേസ് കറൻറ്റും കൂടി കൂട്ടുന്നതാണ് എമിറ്റർ കറൻറ്റ്. അങ്ങനെയാണെങ്കിൽ നാച്ചുറലി നമുക്ക് പറയാം കളക്ടർ കറൻറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ എമിറ്റർ കറൻറ്റ്. കാരണം അതിൻ്റെ കൂടെ ബേസ് കറൻറ്റ് കൂടി കൂട്ടിയാലേ എമിറ്റർ കറൻറ്റ് ആവുള്ളൂ. അപ്പോൾ ഐ സിയുടെ വാല്യൂ ഓൾവേസ് ലെസ് ദാൻ ഐ ഇ ആണെങ്കിൽ, ഐ സിയുടെ വാല്യൂ ഓൾവേസ് ലെസ് ദാൻ ഐ ആണെങ്കിൽ ആൽഫയുടെ വാല്യൂ ഒന്നിനേക്കാളും ചെറുതായിരിക്കും. ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ 1, 0.9 അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഏതെങ്കിലും. ഓൾവേസ് ഇറ്റ് ഇസ് ഷുവർ ഓൾവേസ് ലെസ് ദാൻ 1. 0.9 കിട്ടാം, 0.8 കിട്ടാം. വാട്ട് അബൌട്ട് ദിസ് വാല്യൂ? ഐ സി ബൈ ഐ ബി. ഈ സർക്യൂട്ട് കണക്ട് ചെയ്തപ്പോൾ ഞാൻ മൊഡ്യൂളിൽ പറഞ്ഞിരുന്നു ഐ സി എന്ന് പറഞ്ഞിരുന്നത് വളരെ ലാർജ് വാല്യൂ ആണ്. എമിറ്ററിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിലോ ഹോൾസിൻ്റെയോ മജോറിറ്റി കളക്ടറിലേക്ക് അങ്ങോട്ട് പോവും. ബാക്കി ചെറിയൊരു പോർഷൻ മാത്രമേ ബേസിലേക്ക് വരുള്ളൂ. ദാറ്റ് മീൻസ് ബേസ് കറൻറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഐ സി. അപ്പോൾ എന്ത് കിട്ടി? ഐ സിയേക്കാളും വളരെ കുറവാണെങ്കിൽ ബീറ്റ വിൽ ബി എ വെരി ലാർജ് വാല്യൂ, നാച്ചുറലി ഗ്രേറ്റർ ദാൻ 1. ഗ്രേറ്റർ ദാൻ 1 എന്ന് മാത്രമല്ല വളരെ ലാർജ് വാല്യൂ ആയിരിക്കും. അതാണ് കറൻറ്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരുമോ എല്ലായ്പ്പോഴും കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എടുത്താൽ അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ വളരെ ലാർജായിട്ട് കിട്ടും. 500, 200, 1000 ഓരോ കമ്പനിക്കാരും ഓരോ പർപ്പസിന് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള ആംപ്ലിഫിക്കേഷൻ ഫാക്ടറുള്ള ബീറ്റയുടെ വാല്യൂ കൂടുതൽ. ആൽഫയുടെ വാല്യൂവിന് വലിയ പ്രസക്തി ഇല്ല. ബീറ്റയുടെ വാല്യൂ വളരെ ലാർജ് ആണെങ്കിൽ ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കീപ് ദിസ് പോയിൻ്റ് ഇൻ മൈൻഡ് വെനെവർ വി യൂസ് a transistor for the amplification. We use always in the common emitter configuration and we select a transistor of beta very large. If beta is very large, you can say the amplified output will be very large. അപ്പോൾ അത് കിട്ടി. ഈ പോയിൻ്റ് നമുക്കിതൊന്ന് നോട്ട് ചെയ്താൽ ആൽഫയും ബീറ്റയും ഒക്കെ തമ്മിലുള്ള റിലേഷൻസ് എടുക്കാം. ഐ സി
ഐ ബിയും തമ്മിൽ ഇതുപോലെ റിലേഷൻ ഉണ്ടെങ്കിൽ ഡെൽറ്റ ഐ ഈക്വൽ ടു ഡെൽറ്റ ഐ സി പ്ലസ് ഡെൽറ്റ ഐ ബി എന്ന് കൊടുത്തൂടെ? ഇഫ് ഐ ഈക്വൽ ടു ഐ സി പ്ലസ് ഐ ബി ഡെൽറ്റ ഇ ഈക്വൽ ടു ദ ചേഞ്ചസ്. ഈ റിലേഷനെ ഞാൻ ഡെൽറ്റ ഐ സി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡെൽറ്റ ഐ സി കൊണ്ട് ലെഫ്റ്റിലും റൈറ്റിലും ഡിവൈഡ് ചെയ്താൽ ഹിയർ ഇറ്റ് ഈസ് ഡെൽറ്റ ഐ ഇ ബൈ ഡെൽറ്റ ഐ സി. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോഴോ 1 എന്ന് കിട്ടി. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ ഐ ബി ബൈ ഡെൽറ്റ ഐ സി എന്ന് കിട്ടി. ഇനി ആ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ദ ലെഫ്റ്റ് സൈഡ്? ദിസ് ഈസ് ആൽഫയാണോ? അല്ല, ആൽഫ ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ആണ്. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് ഡെൽറ്റ ഐ ബൈ ഡെൽറ്റ ഐ സി ആണ്. അപ്പോൾ എനിക്ക് എഴുതാം 1 ബൈ ആൽഫ. റൈറ്റ് സൈഡ് ഇതുപോലെ തന്നെ നോക്കിയാൽ 1 ബൈ ബീറ്റ, റെസിപ്രോക്കൽ ഓഫ് ദി കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. ഓർ ദിസ് ഈസ് ബീറ്റ പ്ലസ് 1 ബൈ ബീറ്റ. ഓർ ആൽഫ ഈക്വൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ ബീറ്റ പ്ലസ് 1. അപ്പോൾ ആൽഫയും ബീറ്റയും തമ്മിൽ ഇതുപോലെ നമുക്ക് റിലേറ്റ് ചെയ്യാം. ആൽഫ ഈക്വൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ ബീറ്റ പ്ലസ് 1. സിമ്പിൾ ഡെറിവേഷൻ. അതായത് ഒന്ന് കണക്ഷൻ കൊണ്ടുവരാൻ പറഞ്ഞാൽ 3 സ്റ്റെപ്പിലേക്ക് നമുക്ക് ആൻസർ കൊണ്ടുവരാം. മറിച്ച് ബീറ്റ ഈക്വൽ ടു എന്ന് ചോദിച്ചാലോ, ബീറ്റ ഈക്വൽ ടു എന്ന് ചോദിച്ചാൽ 1 ബൈ ബീറ്റ ഈക്വൽ ടു 1 ബൈ ആൽഫ മൈനസ് 1 ഓർ 1 മൈനസ് ആൽഫ ഹിയർ. ഓർ റെസിപ്രോക്കൽ എടുത്താൽ ബീറ്റ ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. തിരിച്ചും മറിച്ചും എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവരാം. ബീറ്റ ഈക്വൽ ടു ദിസ് ഓർ ആൽഫ ഈക്വൽ ടു ദിസ്. ഈ 2 റിലേഷൻസ് നമുക്ക് ഭംഗിയായിട്ട് കൊണ്ടുവരാവുന്നതാണ്. ഇതിൽ നിന്ന് ഫ്രം ദ ബേസിക് ഫണ്ടമെൻ്റൽ ട്രാൻസിസ്റ്റർ പഠിച്ചു തുടങ്ങുമ്പോൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാവുന്ന ഫസ്റ്റ് ഇക്വേഷനാണ് ഐ ഇ ഈക്വൽ ടു ഐ സി പ്ലസ് ഐ ബി. രണ്ടാമത്തെ കേസ് ഏത്? എമിറ്റർ ബേസ് ജംഗ്ഷൻ ഷുഡ് ബി ഫോർവേഡ് ബയാസ്, ബേസ് കളക്ടർ ജംഗ്ഷൻ ഷുഡ് ബി റിവേഴ്സ് ബയാസ്. ഈ 2 ആശയത്തിൽ നിന്നും നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും. ദ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടേഴ്സ് ഓഫ് കോമൺ എമിറ്റർ ആൻഡ് കോമൺ ബേസ് കോൺഫിഗറേഷൻ. അടുത്തത് അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ ഒരെണ്ണം പറഞ്ഞു, ഞാൻ വരച്ച് നോക്കാത്ത ഒരു കേസ് പറഞ്ഞിരുന്നു, അധികം ഉപയോഗമില്ല എന്ന് പറയുന്ന കേസാണ്. ഏതാത്? കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. കോമൺ കളക്ടർ കോൺഫിഗറേഷനിൽ കളക്ടർ ഈസ് ഓൾവേസ് കോമൺ. അപ്പോൾ ഏതായിരിക്കും ഇൻപുട്ട്? ബേസിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നു, എമിറ്ററിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഗാമ റെപ്രസെൻ്റ് ചെയ്താൽ എന്തുണ്ടാവും? ഔട്ട്പുട്ട് കറൻറ്റ് ബൈ ഇൻപുട്ട് കറൻറ്റ്. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് കറൻറ്റ്? എമിറ്ററിലുള്ള കറൻറ്റാണ് ഔട്ട്പുട്ടിൽ. അപ്പോൾ ഡെൽറ്റ ഐ ഇ ബൈ ഡെൽറ്റ ഐ ബി. ഗാമയെ കണ്ടുപിടിക്കുക. ഗാമ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയാൽ? നമ്മളിവിടെ ഡെൽറ്റ ഐ സി കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് സൂത്രത്തിൽ കണ്ടുപിടിച്ചു. ഡെൽറ്റ ഐ സിക്ക് പകരം ഈ ഇക്വേഷനെ ഡെൽറ്റ ഐ ബി കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ ഡെൽറ്റ ഐ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്താണ്ടാവുക? ഐ ഇ ബൈ ഐ ബി ഡെൽറ്റ ഐ ഇ ലെഫ്റ്റ് സൈഡിൽ ഡെൽറ്റ ഐ ഇ ബൈ ഡെൽറ്റ ഐ ബി ഈക്വൽ ടു ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി പ്ലസ് 1 അല്ലേ? ഈ ഇക്വേഷനെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന അങ്ങനെയല്ലേ? അതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഗാമ തന്നെയാണ്. ദിസ് ഈസ് ഗാമ. റൈറ്റ് സൈഡിലോ? റൈറ്റ് സൈഡിൽ വരുന്നത് ഐ സി ബൈ ഐ ബി, ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി ബീറ്റ, ബീറ്റ പ്ലസ് 1. അപ്പോൾ ഗാമ ഈക്വൽ ടു ബീറ്റ പ്ലസ് 1, ആൽഫ ഈക്വൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ ബീറ്റ പ്ലസ് 1, ബീറ്റ ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. ഇനി നമുക്ക് ബീറ്റയ്ക്ക് പകരം വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഗാമയും ആൽഫയും തമ്മിൽ കണക്ട് ചെയ്യാം. എങ്ങനെ? ബീറ്റയ്ക്ക് പകരം
ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ പ്ലസ് 1. ഇതെന്ത് കിട്ടും? 1 മൈനസ് ആൽഫ അങ്ങോട്ട് പോയി, ആൽഫ വെട്ടി പോയി, 1 ബൈ 1 മൈനസ് ആൽഫ. അപ്പോൾ ഗാമ ഈക്വൽ ടു രണ്ട് വിധത്തിൽ എഴുതാം. ഒന്നുകിൽ ബീറ്റ പ്ലസ് 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1 ബൈ 1 മൈനസ് ആൽഫ എന്ന് എഴുതാം. എങ്ങനെയായാലും നമ്മൾ ഈ സൂത്രപ്പണിയിൽ നിന്ന്, ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡെറിവേഷൻ കൃത്യമായിട്ട് കൊണ്ടുവരും. എങ്ങനെ കൃത്യമായിട്ട് കൊണ്ടുവരും? ഇതുപോലെ ആക്കും. ഇതുപോലെ ആക്കിയതിന് ശേഷം കൺവീനിയൻ്റ് ആയിട്ടുള്ള ടേം ഉപയോഗിച്ച് ഇതാക്കാം. പ്രൊവൈഡഡ് വി നോ ദ വാല്യൂസ് ഓഫ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. ആൽഫ ഈസ് ഡെൽറ്റ ഐ സി ബൈ എഴുതിയിട്ടുണ്ട്. എവിടെ? ആൽഫ ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഇ, ബീറ്റ ഈക്വൽ ടു ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി, ഗാമ ഈക്വൽ ടു ഡെൽറ്റ ഐ ഇ ബൈ ഡെൽറ്റ ഐ ബി. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് അതേ വിധത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് 3 കോൺഫിഗറേഷനും പഠിച്ചു എന്ന് പറയാം. 3 കോൺഫിഗറേഷനും പഠിച്ചു. മൂന്നാമത്തെ നമുക്ക് വലിയ ഉപയോഗമില്ലാത്തതുകൊണ്ട്, കോമൺ കളക്ടർ വലിയ ഉപയോഗമില്ലാത്ത, ആപ്ലിക്കേഷൻ ലെവലിൽ കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഗ്രാഫുകൾ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നില്ല. പകരം നമുക്ക് ഈ റിലേഷൻസിനെ ഒന്നും കൂടി അനലൈസ് ചെയ്യാനുണ്ട്. ഈ റിലേഷൻ ആൽഫയും ഇതും തമ്മിലുള്ള റിലേഷൻ കോമൺ ബേസ് കോൺഫിഗറേഷനിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? തിയററ്റിക്കലി അങ്ങനെയാണ്, നമ്മൾ പറഞ്ഞ ഡെറിവേഷനിലൊക്കെ അങ്ങനെയാണ്. പക്ഷേ ആ സർക്യൂട്ട് കോമൺ ബേസിൽ ഒന്ന് നോക്കിയ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബേസും കളക്ടറും തമ്മിലുള്ള ആ ജംഗ്ഷൻ റിവേഴ്സ് ബയാസാണ്. ബേസും ഇതും തമ്മിലുള്ള റിവേഴ്സ് ബയാസായിട്ട് എമിറ്ററിലുള്ള കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടേക്ക് വരുന്ന കറണ്ട് ന്യൂട്രയിലാണ് ഇവിടെ വരുന്നത്, ഡ്യൂ ടു ദ മജോറിറ്റി ചാർജ് കാരിയേഴ്സ്. മജോറിറ്റി ചാർജ് കാരിയേഴ്സ് അല്ലാതെ ഈ ബേസ് കളക്ടർ ജംഗ്ഷനിൽ, ഇതിൽ ബേസ് കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് വരുന്ന സമയത്ത് ഇവിടെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഉണ്ട്. ആ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഫോർവേഡ് ബയാസാണ്. ഈവൻ ദോ വി അപ്ലൈ ദ റിവേഴ്സ് ബയാസ് ടു ദ ബേസ് കളക്ടർ ജംഗ്ഷൻ, ഇറ്റ് ഈസ് appears to be forward bias for the minority charge carriers. അങ്ങനെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഉണ്ടെങ്കിലോ അതിനെ ബേസ് ചെയ്ത് ഒരു കറണ്ട് ഉണ്ടാവില്ലേ? ആ കറണ്ടിനെയും കൂടി ഇവിടെ നമ്മൾ നോട്ട് ചെയ്യാം. ഈവൻ ദോ ഇറ്റ് ഈസ് വെരി സ്മോൾ, ദി എക്സാക്ട് കറണ്ട് ഷുഡ് ബി നോട്ട് ആൽഫ ഇൻറ്റു ഐ ഇ ബട്ട് ആൽഫ ഇൻറ്റു ഐ ഇ പ്ലസ് ഐ ലീക്കേജ്. വി കോൾ ഇറ്റ് ആസ് ദ ലീക്കേജ് കറണ്ട്. എവിടുത്തെ ലീക്കേജ്? കളക്ടർ ബേസ് ജംഗ്ഷനിലെ ലീക്കേജ്. പി എൻ ട്രാൻസിസ്റ്ററിൻ്റെ ഇവിടെ വരുന്ന കളക്ടർ ബേസ് ജംഗ്ഷനിൽ വരുന്ന ലീക്കേജ് കറൻറ്റിൻ്റെ വാല്യൂ ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ആ വാല്യൂവിനെ വേണമെങ്കിൽ ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് എഴുതാം. ഐ എൽ എന്ന് പറയുന്നതിന് പകരം ഇറ്റ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ആസ് ICBO. ICBO meaning കളക്ടർ ബേസ് കറൻറ്റ്. കളക്ടറിൽ നിന്ന് ബേസിലൂടെ ഇതിലേ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് വെൻ ദ ഇൻപുട്ട് സെക്ഷൻ ഈസ് ഓപ്പൺ. ഇൻപുട്ട് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എമിറ്റർ. അപ്പോൾ കളക്ടർ ബേസ് കറൻറ്റ് വെൻ എമിറ്റർ ഈസ് ഓപ്പൺ. O സ്റ്റാൻഡ്സ് ഫോർ ഓപ്പൺ. മൂന്നാമത്തെ ലെറ്റർ ആയിട്ട് നോക്കിയാൽ മതി. കളക്ടർ ബേസ് നമ്മളുടെ കറൻറ്റ് എന്ന് പറഞ്ഞാൽ എമിറ്ററിൽ മാറ്റി എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ എമിറ്ററിൽ ഓപ്പൺ. അപ്പോൾ ലീക്കേജ് കറൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ ഇൻറ്റു ഐ ഇ പ്ലസ് ICBO. ICBO. Once more, collector base current when the emitter is open, when the input is open. അപ്പോൾ the exact equation for IC equal to this, or you can further modify. ഒരു മോഡിഫിക്കേഷൻ കൂടി ചെയ്ത് ഞാൻ ഇതിനൊന്ന് മാറ്റിയെടുക്കുകയാണ്. IC ഈക്വൽ ടു ആൽഫ ഇൻറ്റു IEക്ക് പകരം നമുക്ക് IC പ്ലസ് IB എന്ന് തന്നെ എഴുതാം. പ്ലസ് ICBO. വാട്ട് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ.
ഐ ഇക്ക് പകരത്ത്. അങ്ങനെയാണെങ്കിൽ ഒരു ആൽഫ ഇൻറ്റു ഐ സിനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ എന്തുണ്ടാവും? ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ ഐ സി ഇൻറ്റു 1 മൈനസ് ആൽഫ ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഐ ബി പ്ലസ് ഐ സി ബി ഒ. ആൽഫ ഇൻറ്റു ഐ ബി പ്ലസ് ഐ സി ബി ഒ. അതൊന്ന് മാറ്റിയാലോ? ഐ സി ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഐ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ പ്ലസ് ഐ സി ബി ഒ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. ശരിയായില്ലേ? ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ എന്നുള്ളത് ബീറ്റയാണെന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഐ സി ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ഐ ബി പ്ലസ്, വേണമെങ്കിൽ അങ്ങനെ എഴുതാം, അതല്ലെങ്കിൽ 1 മൈനസ് ആൽഫയ്ക്ക് പകരം ഗാമ എന്ന് എഴുതാം, അല്ലെങ്കിൽ ബീറ്റ പ്ലസ് 1 എന്ന് എഴുതാം, ഓർ ബീറ്റ പ്ലസ് 1 ഇൻറ്റു ഐ സി ബി ഒ. അപ്പോൾ ഫോർ ദ കോമൺ ബേസ് കോൺഫിഗറേഷൻ ഐ സി ഈസ് നോട്ട് ബീറ്റ ഇൻറ്റു ഐ ബി. പക്ഷേ അതിൻ്റെ കൂടെ ലീക്കേജ് കറൻറ്റിൻ്റെ ഒരു ടേമും കൂടി നമുക്ക് നോട്ട് ചെയ്യാം. ഏതാ ലീക്കേജ് കറൻറ്റിൻ്റെ ടേം? ഐ എൽ എന്ന് എഴുതി, അതിനെ ഞാൻ ഒന്നുകൂടി മാറ്റി എഴുതി. ലീക്കേജ് കറൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ കേസിൽ എമിറ്റർ ഓപ്പൺ ആയിട്ടുള്ളതാണ്. എമിറ്റർ ഓപ്പൺ ആയിട്ടുള്ളത് തന്നെ നോട്ട് ചെയ്യുന്നത് കളക്ടർ ബേസ് കറൻറ്റ് എന്നാണ്. നൊട്ടേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഒ എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിക്കുന്നു. ഒ സ്റ്റാൻഡ്സ് ഫോർ ഓപ്പൺ. അതിനുശേഷം ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ ദ എക്സാക്റ്റ് വാല്യൂ, പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് ബീറ്റ ഇൻറ്റു ഐ ബി എന്ന് എഴുതിയാൽ മതി. പക്ഷേ ലീക്കേജ് കറൻറ്റ് ഉണ്ടെങ്കിൽ, കുറച്ചുണ്ടെങ്കിൽ, മൈക്രോ ആംബിയറിൻ്റെ റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ടേമിന് ബീറ്റ പ്ലസ് 1 ഐ സി ബി ഒന്നോ അല്ലെങ്കിൽ ഐ സി ബി ഒ ഇൻറ്റു 1 മൈനസ് ആൽഫ എന്നോ പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതേ കേസ് തന്നെ വേണമെങ്കിൽ ഗാമയുടെ ടേമിൽ എഴുതാം. ഈ സാധനം ബീറ്റ പ്ലസ് 1 ഐ സി ബി ഒ അല്ലെങ്കിൽ ഇത് ഐ സി ഇ ഒ എന്നും പറഞ്ഞ് എഴുതാറുണ്ട്.